ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകരുടെ പരാതി ആഘോഷിക്കാൻ ഒരു കണ്ടന്റ് രാജാവോ രാജ്ഞിയോ ഇല്ല എന്നതായിരുന്നു. എന്നാൽ ഷോ അവസാനത്തെ ഘട്ടത്തിലായിരിക്കെ വിജയത്തിലോടടുക്കുന്ന തന്ത്രശാലിയായ രാജ്ഞിയെ പ്രേക്ഷകർ കാണുന്നു. നൂറയാണ് ഈ മത്സരാർത്ഥി. സ്നേഹവും സൗഹൃദവും കാർക്കശ്യവും കുശാഗ്ര ബുദ്ധിയുമെല്ലാം വെച്ച് സഹമത്സരാർത്ഥികളെ നൂറ പിന്തള്ളുന്നു. അത് ഏറ്റവും വിനയാകുന്നതോ ബിഗ് ബോസ് കപ്പ് നേടിയോ തീരൂ എന്ന വാശിയിൽ നിൽക്കുന്ന അനുമോൾക്കും. വളരെ ബുദ്ധിപരമായാണ് ആദിലയും നൂറയും ഗെയിം കളിച്ചത്. ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന അനുമോൾ, ഷാനവാസ് എന്നിവർക്കാണ്. ടെലിവിഷൻ പ്രേക്ഷകരെ മനം കവർന്ന സീരിയൽ താരങ്ങൾ. ഇവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും ഈ സൗഹൃദം ഇല്ലാതാകുന്നില്ല. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാനും ആദിലയ്ക്കും നൂറയ്ക്കും തയ്യാറായി. ആദില ഇമോഷണലായിട്ടാണ് പലപ്പോഴും പെരുമാറിയത്. എന്നാൽ നൂറ വൈകാരികത തൻ്റെ ഗെയിമിലൂടെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. കൃത്യമായ നിരീക്ഷണം നൂറയുടെ ഭാഗത്ത് നിന്നും പലപ്പോഴും ഉണ്ടായി. അൻമോൾക്കെതിരെ തിരിഞ്ഞവരെല്ലാം ഓരോരുത്തരായി പുറത്താകുന്നത് നൂറ കണ്ടു. അപ്പാനി, ശരത്, ശൈത്യ, ജിസിൽ തുടങ്ങിയവരെല്ലാം പുറത്തായി. അനുമോൾക്കെതിരെ നിൽക്കാതെ അനുമോൾക്കൊപ്പം നിന്ന് കണ്ടന്റുകളാക്കി. എല്ലാ വീക്കെൻഡിലും കണ്ടന്റ് മേക്കേഴ്സ് ആവുന്ന മത്സരാർത്ഥികൾ ആദിലയും നൂറയുമായി. ജിസയിൽ, ലക്ഷ്മി ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ അപ്രസക്തരായി. തങ്ങളുടെ ജീവിതത്തിൽ വരെ അധിക്ഷേപിച്ച് ചോദ്യം ചെയ്ത ലക്ഷ്മി, മസ്താനി എന്നിവരെ പുറത്തു പോകുന്നത് ആദില എന്നിവരെയും ആത്മസംതൃപ്തിയുടെ സാക്ഷിയാക്കി. ആദിലെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ നൂതില ആദിലെ ഉപദേശിച്ചു. രണ്ടു മത്സരാർത്ഥികളാണെങ്കിലും ഇവർ ഒറ്റക്കെട്ടായിരുന്നു. അഭക്തമായ കാര്യങ്ങളിലേക്ക് ഇവർ തങ്ങളുടെ ബന്ധത്തെ വലിയേച്ചില്ല. ആദില ആനുമോളുമായി വലിയ സുഖത്തിലായപ്പോൾ പ്രേക്ഷകർക്കിടയിൽ നൂറ പൊസസീവ്നെസ്സാവുന്ന സംസാരമുണ്ടായി. എന്നാൽ നൂറ വളരെ പക്വതയായിട്ട് ഈ സൗഹൃദത്തെ കണ്ടത്. ഈ സൗഹൃദത്തിൽ സ്വയം ഗെയിം മറന്നറിയിക്കാൻ നൂറ തയ്യാറായില്ല. അനുമോളുടെ കണ്ടന്റ് സമാജത്തിൽ തണലിൽ നിന്ന് പതിയെ അനുമോളെക്കാളും വലിയ കണ്ടന്റ് മേക്കറായി നൂറ വളർന്നു. ഇന്ന് യഥാർത്ഥത്തിൽ അനുമോൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയും നൂറയാണ്. ഹേറ്റേഴ്സ് ഫാൻസും ഒരുപോലുള്ള മത്സരാർത്ഥിയാണ് അനുമോൾ. അനുമോൾ നല്ല ഗെയിമാണെങ്കിലും വൈകാര്യത കൂടുതലാണ്. തനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന ചിന്ത അനുമോൾക്കുണ്ട്. അനുമോളുടെ വഴക്കുകൾ പടുന്ന സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാനുള്ള കണ്ടന്റാണ് ആരാധകർ പോലും അറിയാം. എന്നാൽ നൂറയ്ക്കെതിരെ ഈ വിമർശനമില്ല. ആര്യൻ, അക്ബർ, നെവിൻ എന്നിവർക്കെതിരെ ശക്തമായി നൂറ സംസാരിച്ചു. കരഞ്ഞു ബഹളം വയ്ക്കാനൊന്നും തയ്യാറല്ല. നിലവിൽ ഈ 3 പേർക്കെതിരെ പ്രേക്ഷകരുടെ വിമർശനം ശക്തമാണ്. അത് നൂറയ്ക്ക് ഏറെ ഗുണം ചെയ്യും. എവിക്ഷനിൽ പലപ്പോഴും സഹമത്സരാർത്ഥിക്ക് പറ്റിയ അബദ്ധം അവസാന വീക്കിൽ ആദിലയും നൂറയും ഒരുമിച്ച് നോമിനേറ്റ് ചെയ്യില്ല എന്നതാണ്. രണ്ടുപേരും എബ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ആതിര പുറത്താകുമെന്ന സാധ്യത കൂടുതലാണ്. അനുമോൾക്കൊപ്പം നിന്ന ഗെയിമായതിനാൽ അനുമോളുടെ ഫാൻസിൻ്റെ PR നൂറയ്ക്ക് വിജയത്തിനായുള്ള കുതിപ്പ് കണ്ടു നിൽക്കാനേ പറ്റൂ. എതിർത്ത് ക്യാമ്പയിൻ ചെയ്താൽ അത് അനുമോളെ തന്നെ ബാധിക്കും.